ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃക്കേട്ടല്ലേ, നമുക്ക് പൂക്കൾ ഇടണ്ടേ. ഇന്ന് നമുക്ക് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വേറെ ആരുമല്ല, നമ്മുടെ ശിവനാഥ്. ഇന്നലെ വന്നാണ് കേട്ടോ ആള്. ശങ്കരുടെ കൂടെ ഓണം വെക്കേഷൻ അല്ലേ, ഒരു ദിവസം നിൽക്കാനൊക്കെ. അപ്പോൾ നാളെ ആണെങ്കിൽ പോവുകയും ചെയ്യും. കാരണം നാളെ ഉല്ലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും എല്ലാവരും കൂടി കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കണതിന് മുമ്പ് രണ്ടുപേരോടും പൂവൊക്കെ കിള്ളി റെഡിയാക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ടാട്ടോ പോയേ. അപ്പോൾ അതാ ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൂവൊക്കെ. പിന്നെ ഞാൻ അത്തക്കൽ വിടാനായിട്ട് ഇരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ സഹായിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ രണ്ടുപേരെയും കണ്ടില്ല, രണ്ടും പോയി കളിക്കാനായിട്ട്. ഞാൻ വിചാരിച്ച് കളിക്കട്ടെ, കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ. ശങ്കരയാണേലും ശിവനാഥ് വരുമ്പോഴാണ് പുറത്തൊക്കെ ഇറങ്ങി ഓടിച്ചാടിയൊക്കെ ഇങ്ങനെ കളിക്കണം കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ അകത്തിരുന്നതിനെ പടം വരക്കൽ, TV കാണൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആണ് സമയം കളയാറ് കേട്ടോ. അപ്പോൾ ഇതാ ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൂക്കളം ഇടുന്നത് എവിടം വരെ ആയി എന്നൊക്കെ എൻ്റെ പൂക്കളം കാണാനും കമൻറ്റ് പറയാനൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു, മറ്റേ ചായ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഹോർലിക്സ് ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തു തരാൻ. അപ്പോൾ ഞാൻ പൂക്കളം ഇട്ട ഉടനെ തന്നെ ഞാൻ അങ്ങനെ ചെയ്ത് എല്ലാവർക്കും ചായയും പിന്നെ ഇതാ മുട്ടയും പഴവും ഒക്കെ എടുത്തിട്ട് കൊടുത്തു. രണ്ടുപേരും അത് വേഗം വന്ന് കളിച്ചിട്ട് ഇതാ പിന്നെ ഓടി കളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊഴുവ വെട്ടി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ചെയ്തു നന്നായിട്ട്. എന്നിട്ട് തേങ്ങ മുളകൊക്കെ അരച്ച് കറി വെക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശിവനാഥിന് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വറുത്തതൊക്കെ ആണെന്നെങ്കിൽ ചിക്കൻ, അങ്ങനെ അല്ലെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മീനൊക്കെ എന്തെങ്കിലും വറുത്തതൊക്കെ വേണം. അപ്പോൾ ഇന്ന് ഇവിടെ ഒന്നും കാര്യമായിട്ടുണ്ടായില്ല, കൊഴുവ ഉണ്ടായത് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ട് കറി വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് വറുത്തായിരുന്നു. കാരണം പിള്ളേർക്ക് വേണമല്ലോ വറുത്തത്. അപ്പം ശങ്കരിക്ക് ഈ പറഞ്ഞൊക്കെ ബാധകമൊന്നുമല്ല കേട്ടോ. എന്താ കൊടുത്തത്? ഫ്രഞ്ച് ഫ്രൈസ്. അവൾക്ക് ആകെ ഇഷ്ടം പൊട്ടറ്റോ ചിപ്സ്. അതും കൂട്ടിയാണ് ആള് കഴിക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നായിരുന്നു. പിന്നെ അച്ഛനും ചോറ് കൊടുക്കണം. പിന്നെ ശ്രീജു ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എത്തുമായിരുന്നു ഓഫീസിൽ നിന്ന്. ഞങ്ങൾക്ക് കടയിൽ പോകാനുണ്ടായിരുന്നു, ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് റെഡിയാകാൻ പോയിട്ട് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ